കരിനീരുടെ അവസാന മണിക്കൂർ 25. എതിർ ക്രിസ്തുവിൻ്റെ ശക്തി. എൻ്റെ ജനമേ, ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും നരകവിധിക്ക് നിങ്ങളെ അർഹരാക്കുകയും ചെയ്യുന്ന നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങളുടെ കർത്താവും ദൈവവുമായ ഞാൻ കൽപ്പിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ശക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സർവ്വലോകത്തിൻ്റെയും മേൽ ഇന്നുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സമ്പൂർണ്ണ അധികാരം തനിക്ക് ലഭിക്കേണ്ടതിന് ലോകത്തെ വശീകരിക്കാനായി അവൻ ആ ശക്തി ഉപയോഗിക്കുന്നു. ലൂസിഫറിൽ നിന്നും അവൻ്റെ പിണിയാളുകളിൽ നിന്നും അകന്നു മാറാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവർ അനേകം ആത്മാക്കളെ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ തന്നെ, സമയം വൈകുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ അവരിൽ നിന്ന് ഓടിയകലുക. തന്നെ നയിക്കാൻ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ സൈന്യത്തെയും അനുവദിക്കുന്നത് തുടരുന്ന ഓരോ ആത്മാവും തന്നെ എന്നിൽ നിന്ന് അടർത്തി മാറ്റാനാണ് അനുവദിക്കുന്നത്. നിങ്ങളെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നുവെന്നോ, നിങ്ങളെ നരകത്തിലെ നിത്യശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകുന്ന ജഡിക പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കണമെന്ന് ഞാൻ എത്രയധികമായി ആഗ്രഹിക്കുന്നുവെന്നോ, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ. ഈ ലോകത്തിന് നൽകാൻ കഴിയുന്നത് നിങ്ങളുടെ ആത്മാക്കളുടെ മരണം മാത്രമാണെന്ന് ഓർമ്മിക്കുക. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, എന്നിൽ ജീവനിലേക്ക് തിരിച്ചു വരിക. എൻ്റെ വാക്ക് കേൾക്കുകയും ഇതിനോട് പ്രത്യുത്തരിക്കുകയും ചെയ്യുന്നവർ ആത്മാവിൽ പുഷ്ടിപ്പെടും. തങ്ങൾക്കാവശ്യമായ കൃപയും ജ്ഞാനവും അവർക്ക് ലഭിക്കും. എന്നാൽ മറ്റനേകം പേർ തങ്ങളുടെ ചുറ്റുമുള്ള പിശാചുമായി ഐക്യപ്പെടുന്നു. അനേകർ ഇതെല്ലാം കാണുന്നുവെങ്കിലും അവരുടെ ആത്മാവും ശരീരവും എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീന വലയത്തിലാണ്.